വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന എന്തായിരുന്നു? വെലോസിറ്റി അല്ലേ? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എന്തായിരുന്നു വെലോസിറ്റി? വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് ഓഫ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, ഇതായിരുന്നു വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു? മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, എന്നിട്ട് ഇതുവരെ ആയിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാമെന്ന്. ഓക്കെ, ഇന്ന് നമുക്ക് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിറൈവ് ചെയ്യാം കേട്ടോ. ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുക. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, now what is acceleration in terms of velocity? Acceleration a is equal to rate of change of velocity. Rate of change of velocity. So rate of change എന്ന് പറഞ്ഞാൽ എന്താണ്? It is d by dt. Rate of change എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? d by dt. So acceleration is equal to rate of change of velocity. So d by dt of v. ഓക്കെ, അപ്പോൾ വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ. സോ ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ഓഫ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, ഇതിനകത്തുനിന്ന് കോൺസ്റ്റന്റ് ഏതായിരുന്നു? മൈനസ് എ ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് സൈൻ ടി ഈസ് കോസ് ടി. അപ്പോൾ അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്തായിരിക്കും? ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? അത് ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ആവശ്യമാണ്. So this will be equal to minus a omega into d by dt of sin omega t എന്താണ്? cos omega t plus phi അല്ലേ? ഇൻറ്റു ഒമേഗ ടീനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇതെന്ത് കിട്ടും? ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. സോ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടി? മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, സോ വാട്ട് ഇസ് കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ഫ്രം ഹിയർ? കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എ. ഇനി ഈ എക്സ് ബൈ എ എന്ത് ചെയ്യണം? ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. കോസ് ഒമേഗ ടി പ്ലസ് ഫൈ നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ബൈ എ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ബൈ എ ഹിയർ. യു വിൽ ഗെറ്റ് എയും എയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണുള്ളത്? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. നമ്മൾ ഈ പഠിക്കുന്ന എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ മീൻ പൊസിഷൻ ഇതാണ്. ഇനി ഈ സമയത്ത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി ഞാൻ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകും അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ പോകും. ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, ആ സമയത്ത് എക്സ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഈ ഡയറക്ഷനിലും ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. സോ എക്സ് ഈക്വൽ ടു എ 0 എന്ന് പറയുന്ന മെയിൻ പൊസിഷനിൽ വാട്ട് വിൽ ബി ആക്സിലറേഷൻ? നമുക്കറിയാം ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു 0. അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ എക്സ് ഈക്വൽ ടു എ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആക്സിലറേഷൻ മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ എന്ന് കിട്ടും. സോ ആക്സിലറേഷൻ ഈസ് മിനിമം അറ്റ് ദ മീൻ പൊസിഷൻ ആൻഡ് മാക്സിമം അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന് ഞാനൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് യൂസ് ചെയ്ത് നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും
അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, so given displacement x of t is equal to a cos omega t, plot displacement, velocity and acceleration. അപ്പൊ എന്താണ് ഇതിൽ തന്നേക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോസ് ഒമേഗ ടി. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി is equal to rate of change of displacement. So d by dt of x of t, which is equal to d by dt of a cos omega t. ഇതിനകത്തുനിന്ന് കോൺസ്റ്റന്റ് ഏതാണ്? a is constant. So a into d by dt of cos omega t. എന്താണ് cos omega t യുടെ ഡിഫറൻഷ്യൽ? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു എന്താണ്? ഒമേഗ. So this will be again ഈ ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ, അപ്പോൾ ഒമേഗ എന്നിട്ട് സോ യു വിൽ ബി ഗെറ്റിംഗ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. വെലോസിറ്റി കിട്ടി. ഇനി ആക്സിലറേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ദിസ് ഇസ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. ഇതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എ മൈനസ് എ ഒമേഗ കോൺസ്റ്റന്റ്, അത് പുറത്തെടുക്കുക. ബാക്കി എന്തുണ്ട്? ടി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. എന്താണ് ഡിഫറൻഷ്യൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ? മൈനസ് ഓഫ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു അകത്തെ സാധനം ഒന്നും കൂടെ ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ എന്ന് കിട്ടും. സോ ഫൈനലി ആൻസർ എന്താണ്? മൈനസ് ഓഫ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് നമ്മൾ വെലോസിറ്റിയും കണ്ടുപിടിച്ചു, ആക്സിലറേഷനും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്രാഫിക്കലി അതെന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാം. സോ ഇനി നോക്കിക്കേ, ഇതാണ് ഗ്രാഫിക്കലി ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പൊ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ക്ലാസ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? എ ബോഡി ഓസിലേറ്റ്സ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ according to the equation x equal to 5 cos 2 pi t plus pi by 4 at t equal to 1.5 second. Calculate displacement, speed, acceleration. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്താണ് തന്നേക്കുന്ന? ബോഡി ഓസിലേറ്റ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പം ബോഡി എന്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 5 cos 2 pi t plus pi by 4. സോ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഓക്കെ, ഇവിടെ തന്നേക്കുന്നത് ഗിവൺ x equal to 5 cos 2 pi t plus pi by 4. Name this equation as 1 and this equation as 2. അപ്പോൾ കമ്പയറിങ് 1 and 2 നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. 1 and 2 കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? എ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഇക്വേഷൻ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്ക്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി ആണ്, എ കോസ് ഒമേഗ ടി പ്ലസ് 5. എക്സ് ഈക്വൽ ടു 5 കോസ് 2 പൈ ടി പ്ലസ് 5 by 4 ആണ്. സോ വാട്ട് ഇസ് എ? ആംപ്ലിറ്റ്യൂഡ് എ എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു 5. ഓക്കെ, നൗ ഒമേഗ ടി എന്താണ്? ഒമേഗ ടി എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുവാണ്. ആ ക്വാണ്ടിറ്റി ആണ് എന്ത്? 2 പൈ ടി. ഒമേഗ ടി ഇസ് ഈക്വൽ ടു 2 പൈ ടി. സോ ടിയും ടിയും ക്യാൻസൽ ചെയ്യുക. therefore ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 പൈ. ഓക്കെ, ഇനി അടുത്തത് 5. 5 രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി? 5 ഇസ് ഈക്വൽ ടു പൈ ബൈ 4. അപ്പൊ നമുക്ക് 3 സാധനങ്ങളായി. ആംപ്ലിറ്റ്യൂഡ് കിട്ടി, ഒമേഗ ഈക്വൽ ടു 2 പൈ കിട്ടി, 5 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? പൈ ബൈ 4 കിട്ടി. ഓക്കെ, ഇനി
കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? അറ്റ് ടൈം t ഈക്വൽ ടു 1.5 സെക്കൻഡ് കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആദ്യത്തെ കാര്യം നമുക്ക് ചെയ്യാം. അറ്റ് t ഈക്വൽ ടു 1.5 സെക്കൻഡ്സ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഈസ് ഇവിടെ തന്നിട്ടുണ്ട് 5 cos ഒമേഗ ടി പ്ലസ് 5 cos എന്താണ്? 5 cos 2 pi t പ്ലസ് പൈ ബൈ 4 അല്ലേ? ടി എന്തായിരുന്നു? തന്നേക്കുവാണ് 1.5 സെക്കൻഡ്സ് എന്ന്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 cos 2 pi into 1.5 plus pi by 4. Okay. So 2 into 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? It is 3. So 5 cos 3 pi plus pi by 4. Okay. ഇത്രയും വരെ കിട്ടിയില്ലേ? 3 pi plus pi by 4. നമുക്കറിയാം cos of 3 pi plus theta എന്ന് പറഞ്ഞാൽ എന്താണ്? It is equal to minus cos theta, which is equal to minus cos theta. So this is equal to minus cos theta. അപ്പോൾ cos of 3 pi plus pi by 4 എന്താണ്? It is minus cos pi by 4. Cos pi by 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? Pi by 4 is what? Cos 180 divided by 4 അല്ലേ? അപ്പോൾ എന്താണ്? Minus cos 180 by 4 is cos 45. Okay. What is the value for cos 45? Minus of cos 45 is 1/2 root 2. ഇത് minus ആണ്. Okay. So ഇവിടെ വരാം നമുക്ക്. So this is equal to നമുക്കറിയാം 5 into cos 3 pi plus pi by 4 എന്ന് പറഞ്ഞാൽ എന്താണ്? Into minus of cos pi by 4. Okay. So this is 5 into cos pi by 4 നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? Minus 180 by 4. So that is 45. അപ്പോൾ മൈനസ് കോസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ റൂട്ട് 2. ദിസ് വൺ ഇൻറ്റു മൈനസ് 1 ബൈ റൂട്ട് 2. ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്നിട്ട് നമുക്ക് 1 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 ഈസ് 1.414 1.414. 1 by root 2 is 0.707. Okay. So this is 5 into minus of 0.707. Calculate ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? This will be equal to minus 3.535. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. So the body oscillates with a simple harmonic motion according to the equation in SI units ആണ് കേട്ടോ. According to the equation in SI unit ആണ്. So displacement unit എന്താണ്? This much of meter. Okay. അപ്പോൾ displacement at time t equal to 1.5 second നമുക്ക് എന്ത് കിട്ടി? minus 3.535 meter. Okay. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്പീഡ്. ഓക്കെ. സോ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ബി ഈസ് സ്പീഡ്. ഓക്കെ. എങ്ങനെയാ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? v ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എ ഒമേഗ സൈൻ
ഒമേഗ ടി പ്ലസ് 5 അല്ലേ? സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു, നമുക്ക് എ അറിയാം. എ എന്താണ്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. എയുടെ വാല്യൂ 5, ഒമേഗയുടെ വാല്യൂ 2π, പൈ എന്താണ്? π/4. സോ ഈ സൈഡിലോട്ട് എഴുതി വെക്കുക. എ ഈസ് ഈക്വൽ ടു 5, ഒമേഗ ഈക്വൽ ടു 2π ആൻഡ് 5 ഈസ് ഈക്വൽ ടു π/4. അതെല്ലാം കൂടെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -5 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഒമേഗ ഈസ് വാട്ട്? 2πt പ്ലസ് π/4. ടി അഗെയിൻ നമുക്കറിയാം എത്രയാണ്? അറ്റ് ടി ഈക്വൽ ടു 1.5 seconds ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -10π ഇൻറ്റു സൈൻ 2π ഇൻറ്റു 1.5 പ്ലസ് π/4. സോ ദിസ് ഈസ് ഈക്വൽ ടു -10π സൈൻ എത്രയാണ്? 3π പ്ലസ് π/4. അഗെയിൻ സൈൻ 3π പ്ലസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? -10π സൈൻ π/4 മൈനസ് സൈൻ π/4 അല്ലേ? സൈൻ 3π പ്ലസ് π/4 മൈനസ് സൈൻ π/4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ 10π ഇൻറ്റു സൈൻ π/4. സൈൻ π/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് സൈൻ 180/4. 180/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 45. സോ ദിസ് ഇസ് 10π ഇൻറ്റു സൈൻ 45. സൈൻ 45 ഈസ് 1/√2. സോ 10π ഇൻറ്റു 1/√2. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1/√2ൻ്റെ വാല്യൂ എത്രയാണ്? 0.707. സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു 10π ഇൻറ്റു 0.707. പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.707 കൊണ്ട് 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഇസ് 22. വെലോസിറ്റി ആണ്. സോ യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് തിങ് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ. സോ നമുക്ക് ആക്സിലറേഷൻ ചെയ്യാം. ലാസ്റ്റ് വൺ ഇസ് acceleration. So what is the expression for acceleration? നമ്മൾ പഠിച്ചത് എന്താണ്? A is equal to acceleration of simple harmonic motion is minus a omega square cos omega t plus 5. നമുക്കറിയാം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എയുടെ വാല്യൂ എത്രയാണ്? 5. ആംപ്ലിറ്റ്യൂഡ് ഇസ് 5. ഒമേഗ ഇസ് 2π. ദെൻ 5 is equal to π/4. ഇനി ഇതെല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -5 ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പം 2π ദ ഹോൾ സ്ക്വയർ കോസ് ഒമേഗ ഈസ് വാട്ട്? 2πt പ്ലസ് 5. 5 is again π/4. ഇവിടെയും ആക്സിലറേഷൻ അറ്റ് t ഈക്വൽ ടു 1.5 seconds ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -5 ഇൻറ്റു 4π സ്ക്വയർ കോസ് 2π ഇൻറ്റു 1.5 പ്ലസ് π/4. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു -20 π സ്ക്വയർ കോസ് 3π പ്ലസ് π/4. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 3 cos 3π പറഞ്ഞായിരുന്നു ഞാൻ. cos 3π പ്ലസ് തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. ഓക്കെ. സോ ഇവിടെ എന്ത് കിട്ടും? സോ ദിസ് വിൽ ബി ഈക്വൽ ടു -20 π സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് π/4. ഓക്കെ. ഇനി കോസ് π/4 എത്രയാണ്? 1/√2. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. സോ 20 π സ്ക്വയർ ഇൻറ്റു 1/√2. ഓക്കെ. അഗെയിൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 1/√2 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു 20. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം യു വിൽ ബി ഗെറ്റിംഗ് 140. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. നമ്മൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ ചെയ്തിരുന്നത് ഈ പ്രോബ്ലം യൂസ് ചെയ്ത്?
A body oscillating with simple harmonic motion according to the equation, all are in SI unit. X is equal to 5 cos 2 pi t plus pi by 4 at time t is equal to 1.5 second. Calculate displacement, speed and acceleration. നമുക്കറിയാന്നുള്ള എക്സ്പ്രഷൻ എന്താണ്? എക്സ് ഓഫ് ടി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു 5 കോസ് 2 പൈ ടി പ്ലസ് 5 ബൈ 4. ഇത് ഇക്വേഷൻ 1 ആയി എടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ത് കിട്ടും? ഇത് നോക്കിയാൽ മതി. ആംപ്ലിറ്റ്യൂഡ് 5. അതേപോലെ ഒമേഗ 2 പൈ, 5 എന്ന് പറഞ്ഞാൽ പൈ ബൈ 4, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് എക്സ് ഓഫ് ടി ഈസ് ഓൾറെഡി തന്നിട്ടുണ്ട്. 5 കോസ് 2 പൈ ടി പ്ലസ് പൈ ബൈ 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആകെ ഈ ടി ഈസ് ഈക്വൽ ടു 1.5 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി 5 cos 2 pi into 1.5 plus pi by 4. ഈ 2 into 1.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 pi. So it is 5 into cos 3 pi plus pi by 4. Cos 3 pi plus theta is minus cos theta. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 5 into minus cos pi by 4 എന്ന് കിട്ടും. cos pi by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രി ആണ്. cos 45ന്റെ വാല്യൂ എത്രയാണ്? cos 45 and sin 45 is equal to 1 by root 2. cos 45ഉം sin 45ഉം 1 by root 2 ആണ്. ഇതൊക്കെ കാണാതെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ് കേട്ടോ. cos 45 and sin 45 1 by root 2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 into minus 1 by root 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കിത് ഈ റൂട്ട് 2ന്റെ വാല്യൂ 1.414 ആണ്. അതുപോലെ 1 by root 2 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. ഇതും കൂടെ അത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3.535. യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് SI യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഇൻ മീറ്റർ. ഇനി സെക്കൻഡ് വൺ, യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി സ്പീഡ് അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 1.5 സെക്കൻഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. നമുക്കറിയാം വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് -a ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. ഇതിനകത്ത് നമുക്ക് എയും ഒമേഗയും ഫൈയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വിൽ ബി ഗെറ്റിംഗ് -5 into 2 pi sin 2 pi t plus pi by 4. ടിന് 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -10 pi into sin 3 pi plus pi by 4. sin 3 pi plus തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. സോ ഇവിടെ മൈനസ് സൈൻ പൈ ബൈ 4, ഇതല്ലേ തീറ്റ, അതാണ് മൈനസ് പൈ സൈൻ പൈ ബൈ 4. ഇത് രണ്ടും കൂടെ പ്ലസ് ആയി. സോ മൈനസ് ആൻഡ് മൈനസ് പ്ലസ്. സോ ദിസ് വിൽ ബി 10 pi sin pi by 4. sin pi by 4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. സോ 10 pi into sin 180 by 4, that is sin 45, just 10 pi into 1 by root 2. again 1 by root 2 എന്ന് പറഞ്ഞാൽ 0.707. നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി 22 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. അതുപോലെ അടുത്ത പാർട്ട് സി ആണ് ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 1.5 സെക്കൻഡ്. നമുക്കറിയാം ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞാൽ -a ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഓൾറെഡി നമ്മൾ എയും ഒമേഗയും ഫൈയും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടം വരെ വരുമ്പോൾ cos 3 pi plus pi by 4 എന്ന് വരും. ഓൾറെഡി നമുക്കറിയാം cos 3 pi plus തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആക്സിലറേഷൻ എന്ത് കിട്ടി? 140 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ഒരു ചെറിയ ഒരു പ്രോബ്ലം ആയിരുന്നു എക്സ് ഓഫ് ടി. അതായത് നമുക്ക് അറിയാവുന്ന ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആയിരുന്നു. ആ എക്സ്പ്രഷനിൽ ഫൈയുടെ വാല്യൂ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ? ഈ 5 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ബാക്കി എന്തേ ഉള്ളൂ? എ കോസ് ഒമേഗ ടി. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത്. ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ടൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഫോർ ദ ഗിവൺ സിമ്പിൾ ഹാർമോണിക് മോഷൻ
phi is equal to 0, obtain the expression for displacement, velocity and acceleration, and also plot the graph for all the three. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് 0 ആണെന്ന് തന്നേക്കുവാണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് എ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വെലോസിറ്റി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആക്സിലറേഷൻ വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിനും എക്സ്പ്രഷൻ കിട്ടും. ആ ഗ്രാഫ് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാം. ഇനി ബേസ്ഡ് ഓൺ ആ എക്സ്പ്രഷൻ നമ്മളൊരു പ്രോബ്ലവും ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ പഠിക്കാം. ഓക്കെ, ബൈ.